ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പണികളൊക്കെ കഴിഞ്ഞു. സാധാരണ പണികളൊക്കെ കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ചെടി ഒന്നല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ചെയ്യുന്നതാണ് ഞാൻ. ഇന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല, നല്ല മഴയാണ്. അപ്പോൾ എന്ന് വിചാരിച്ചു, അപ്പോൾ ഞാൻ ഈ കാണുന്ന തൂക്കിയിട്ടിരിക്കുന്ന ഇതെല്ലാം കൂടുതലും ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ചെയ്തിട്ടുള്ളതാണ്. കുറച്ച് മാത്രമേ ഞാൻ അത് റെഡിമെയ്ഡ് തൂക്കിയിടുന്നത് മേടിക്കാറുള്ളൂ. അത് ബാക്കിയുള്ളതെല്ലാം ഞാൻ പ്ലാസ്റ്റിക്കിലാണെങ്കിലും ചൂടിക്കയറിലാണെങ്കിലും എല്ലാം ഞാൻ ഇങ്ങനെ തൂക്കിയിടാനായിട്ട് സ്വന്തമായിട്ട് തന്നെ ഞാൻ സാധാരണ ചെയ്തെടുക്കുകയാണ് പതിവ്. ഇതേ കണ്ടോ, എൻ്റെ പട്ടിയുടെ ചങ്ങല പൊട്ടി, ചെറിയ കൊളുത്തൊക്കെ പൊട്ടിപ്പോയത് മാറ്റുന്ന സമയത്ത് അത് ഞാൻ കളയാറില്ല. അത് ഞാനിങ്ങനെ കൊളുത്തി താഴെ എന്തെങ്കിലും ഒരു ചെടിയുടെ ഇതെന്തെങ്കിലുമൊക്കെ കൊളുത്തിയിടും. എനിക്കത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ തന്നെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ഒരു 4-5 ദിവസം മുമ്പ് ഞാൻ 2 ബൗളിൽ മണി പ്ലാന്റ് മാറ്റി ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ. ഇവിടെ പട്ടികളുള്ളത് കൊണ്ട് അവർ പുറത്ത് വിടുന്ന സമയത്ത് അവർ ഈ ചാടി കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർ തട്ടി താഴെയൊക്കെ ഇടും. അവർക്കതൊരു തമാശ പോലെയാണ്. അപ്പം പെട്ടെന്ന് തന്നെ ഇത് എവിടേക്കെങ്കിലുമൊക്കെ മാറ്റണം. അപ്പം ഞാൻ വിചാരിച്ചു ഇതിന് തൂക്കിയിടാനായിട്ട് ഒരു ഇത് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഞാൻ ചെയ്യുന്നത് ചൂടിക്കയർ വെച്ചാണ് ചെയ്യുന്നത്. ചൂടിക്കയർ വെച്ച് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യമുണ്ട്, ഇത് വെള്ളം നമുക്കാവില്ല, ഷെയ്ഡിൻ്റെ താഴെയാണ് കൊളുത്തുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇതിൽ വെള്ളം അടി വഴി പോവില്ല. ഈ ബൗളിന് അകത്ത് ഞാൻ വേറൊരു ഇത് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് വെള്ളം പോവില്ല. അതുകൊണ്ട് നമുക്ക് ചൂടിക്കയർ ഉപയോഗിക്കാം. വെള്ളം പുറത്തോട്ട് പോകുന്നത് നമുക്ക് ചൂടിക്കയർ പറ്റത്തില്ല. നമ്മൾ പ്ലാസ്റ്റിക് കയറിൽ തന്നെ നമ്മൾ ഇതുപോലെ ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ ചൂടിക്കയർ വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ചൂടിക്കയർ വെച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ തൂക്കിയിടുന്ന ആ ഒരു നീളം അപ്പോൾ നമ്മൾ അവനാൻ്റെ ഷെയ്ഡിൻ്റെ താഴെ നിന്ന് നമുക്ക് എത്ര നീളം വേണമെങ്കിൽ നമ്മൾ ആ നീളം എടുക്കണം. ആ നീളം എടുക്കുക. എന്നിട്ട് ആ നീളത്തേക്കാളും ഒരു 1/2 മീറ്ററോളം നമ്മൾ കൂട്ടിയെടുക്കുക. കാരണം ഇതിങ്ങനെ പിന്നി എടുക്കുകയാണ്. പിന്നി എടുക്കുമ്പോൾ ഇതൊന്ന് ചെറുതായി വരും. അപ്പോൾ നമ്മളൊരു 1/2 മീറ്റർ കൂടുതൽ നമ്മൾ എടുക്കണം. പിന്നെ അത് മാത്രമല്ല, ഇതിൽ ഈ 3 ഇതെണ്ണം എടുക്കുന്ന സമയത്ത് ഇതിൽ ഒരെണ്ണം ആ 1/2 മീറ്ററിനേക്കാളും കുറച്ചും കൂടെ ഒരു നീളത്തിൽ എടുക്കുക. അതെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയിലിടയിൽ ഒരു കെട്ട് നമുക്ക് ഇടണം. അപ്പോൾ ആ കെട്ട് വരുമ്പോൾ ഇത് ചെറുതായി പോകും. അപ്പോൾ നമ്മൾ അതിന് കൂടെ കുറച്ച് എക്സ്ട്രാ കൂട്ടിയിട്ടിട്ട് വേണം നമ്മളിത് എടുക്കണമെങ്കിൽ. അപ്പോൾ 3 കയറെടുത്തിട്ട് ഞാനിതിനെ നേരെ മടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 6 പീസ് കിട്ടും. ഈ 6 പീസ് കിട്ടുന്ന സമയത്ത് മുകളിൽ ഞാനൊന്ന് ജസ്റ്റ് കെട്ടിയിട്ട്, അപ്പോൾ ആ മുകളിൽ ആ ഒരു കൊളുത്ത് വരുന്ന ഭാഗത്താണ് ഞാൻ ഹുക്ക് കൊളുത്തിയിട്ട് അവിടെ ഇടുന്നത് കേട്ടോ. അങ്ങനെയാണ് അത്. പ്ലാസ്റ്റിക് എല്ലാം എങ്ങനെ ചെയ്താലും അങ്ങനെ ഒരു കെട്ടിയിട്ടിടുമ്പോൾ ആണെങ്കിൽ കൊളുത്താൻ നമുക്ക് എളുപ്പമാണ്. ഇനി ഞാൻ ചെയ്യുന്നത് നോക്കാം. ഇത് നമ്മൾ 3 ഇതായിട്ട് നമ്മൾ മുടിയൊക്കെ പിന്നില്ല, അതുപോലെ പിന്നിയാൽ മതി. അതുപോലെ പിന്നിയെടുത്തിട്ട് നമ്മൾ ഒരു അളവ് വരെ വരുമ്പോൾ നമ്മൾ കണക്കാക്കണം കേട്ടോ. അതിനെ ഒരു 3 ഭാഗം 4 ഭാഗം ആക്കുമ്പോൾ നമ്മളത് ഇപ്പം നമ്മളൊരു 10 നീളം എടുക്കുകയാണെങ്കിൽ നമ്മളതിനെ 4 ഭാഗം ആക്കണമെങ്കിൽ നമ്മൾ 2.5 വെച്ചെടുക്കില്ലേ. അതെല്ലാം നമ്മുടെ ഒരു ഇതിന് വെച്ചിട്ട് നമ്മൾ കണക്കാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു നീളമാണ് എടുക്കുന്നത്. അപ്പോൾ അത്രയും പിന്നി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഞാനൊന്ന് ജസ്റ്റ് നമുക്കിതിനൊന്ന് കെട്ടണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതിൽ 2 പീസ് താഴോട്ട് കുറച്ച് കൂട്ടിയിടണം എന്ന് പറഞ്ഞില്ലേ, അതിൽ ആ ഒരു പീസ് എടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇത് നമ്മൾ ഒരു കെട്ടിയിടേണ്ട ആവശ്യമേ ഉള്ളൂ. ഇത് ചൂടിക്കയറായതുകൊണ്ട് ഇത് തമ്മിൽ വളരെയധികം പിടിച്ചു നിൽക്കും. അതുകൊണ്ട് പെട്ടെന്നൊന്നും അഴിഞ്ഞു പോകുന്നതല്ല. പിന്നെ നമുക്ക് അതേ മുകളിൽ നിന്ന് എടുത്തിട്ടുള്ള അതേ നീളത്തിൽ തന്നെ നമ്മൾ കുറച്ച് ഭാഗം വിട്ടിട്ട് അവിടെയും ഒരു കെട്ട് കൊടുക്കണം. അപ്പോൾ ഈ വിട്ടിട്ടുള്ള ഈ ഭാഗത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ബൗള് വെക്കാനായിട്ട്. ഇതിപ്പം ഇത് 2 എണ്ണേ ഉള്ളൂ. അപ്പോൾ ഞാൻ 2 എണ്ണത്തിന് വേണ്ടിയാണ് ചെല്ലുന്നത്. ഇത് നമ്മൾ 3 എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ ആ 3 എണ്ണത്തിന് കണക്കാക്കിയിട്ട് നമ്മളിത് ഉണ്ടാക്കിയെടുക്കണം. ഇനി ആ ഒരു ഭാഗം കൂടെ നമ്മൾ നല്ലപോലെ കെട്ടിക്കൊടുത്തിട്ട് നമുക്ക് വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് പിന്നി എടുക്കാം. അപ്പം ആ ഒരു അളവിൽ തന്നെ ഞാൻ എടുക്കുന്നുണ്ട്. അങ്ങനെ ആ സെയിം മുകളിലെടുത്ത പിന്നിയെടുത്ത ആ അളവിൽ തന്നെ പിന്നിയെടുത്തതിന് ശേഷം അതിൻ്റെ ഭാഗത്തുനിന്നൂടെ കെട്ടിക്കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള ഭാഗം നമ്മൾ അളന്ന് നോക്കിയിട്ട് ആ താഴ്വശം കൂടെ നമുക്കപ്പോൾ ഞാൻ എടുത്ത അളവിൻ്റെ ഇത് അനുസരിച്ച് അത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എത്രയാണ് തൂക്കം വേണമെങ്കിൽ ആ അളവിൽ നമ്മൾ എടുക്കണം. എക്സ്ട്രാ 1/2 മീറ്റർ കൂടെ കൂട്ടിയിട്ട് കൊടുക്കുക. പിന്നെ ഒരു കയറ്, അതായത് നമ്മൾ നടുമടക്കിയിട്ടുള്ള ആ കയറിൻ്റെ 2 അറ്റവും കുറച്ചും കൂടെ ഒരു നീളത്തിൽ ഇട്ട് കൊടുക്കുക. ഈ കെട്ടി എടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്കിത് കുറവ് വരും. അതുകൊണ്ടാണ് കൂട്ടിയെടുക്കാൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴ്വശം നമ്മൾ ഇതുപോലെ തന്നെ കെട്ടിയെടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ അടിവശം എല്ലാം കൂടെ ഒപ്പം നമുക്കൊന്ന് വെട്ടി എടുക്കാം. അപ്പം നമ്മുടെ തൂക്കിയിടാനുള്ളത് നമുക്ക് റെഡി ആയിക്കഴിഞ്ഞു. ഇനി നമ്മൾ തൂക്കിയിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ഹുക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കമ്പി വെച്ച് വളച്ച് നമുക്ക് എടുക്കാം.
ഞാനിവിടെ പോയ നമ്മുടെ ഹാങ്കറിൻ്റെ ഇതാണ് കേട്ടോ വളച്ച് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമുക്ക് ഇനി മുകളിൽ നമുക്കിതിങ്ങനെ കൊളുത്തി ഇടണം. കൊളുത്തി ഇട്ടിട്ടുണ്ട്. കൊളുത്തി ഇട്ടിട്ട് നമ്മളിതിങ്ങനെ വെക്കുന്നതാണ്. അപ്പോൾ നമുക്കിതിൽ 6 പീസ് കയറാണ് നമുക്കിതിൽ കിട്ടുന്നത്. 6 എണ്ണം കിട്ടും. അപ്പോൾ ഞാൻ ഈ ബൗൾ ഇതിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് 6 പീസ് ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ആ ഇലകളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് പുറത്തോട്ട് വെക്കുന്ന പോലെ നമുക്ക് വെക്കാം. ഇനി നമുക്കിത് മുകളിലോട്ട് വളർത്തണമെങ്കിൽ ഇത് വരുന്നതനുസരിച്ച് മുകളിലോട്ട് ചുറ്റി കൊടുക്കാം. താഴോട്ട് വീഴുന്നതാണെങ്കിൽ നമുക്ക് താഴോട്ടും കൊടുക്കാം. നമ്മൾ നല്ലപോലെ കെയർ ചെയ്യുവാണെങ്കിൽ നല്ല ബുഷിയായിട്ട് തന്നെ ഇത് വന്നുകൊള്ളും കേട്ടോ. ഇതേപോലെ തന്നെ താഴെ നമുക്ക് ബൗള് വെച്ച് കൊടുക്കാം. അപ്പോൾ താഴെ ക്യാമറ തിരിക്കാൻ മറന്നു, അത് കാരണം ആ താഴെ വെക്കുന്നത് കാണാൻ പറ്റിയില്ല. മുകളിൽ വെച്ച് അതേപോലെ തന്നെയാണ് താഴെയും വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയാണ് ഞാൻ തൂക്കി ഇടാനായിട്ട്. ഇനിയിപ്പോൾ ഒരു 3 എണ്ണം ഉണ്ടെങ്കിൽ ഞാൻ ആ 3 എണ്ണത്തിന് അനുസരിച്ച് അത് നമുക്ക് പിന്നിൽ കുറച്ചുകൂടെ കുറച്ചിട്ട് നമുക്ക് അതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ നമ്മുടെ കൈകൊണ്ട് തന്നെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് ഭയങ്കര സന്തോഷമായിരിക്കും. ഈ വീട്ടിൽ ഒരുവിധം എല്ലാം തന്നെ ഞാൻ അപ്പോൾ ഒരു ദിവസം ഒരു ചെടി വെച്ച് ഞാൻ എന്തെങ്കിലും ഒന്ന് റിപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് മഴയായതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാനിതിന്ന് ചെയ്തെടുത്തു. അതുകൊണ്ട് എൻ്റെ ആ ചെടിക്ക് ഒരു സ്പേസ് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.